ഇറാൻ ഹോർമൂസിൻ്റെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുത്ത് ഹോർമൂസ് അടച്ചു എന്നാണ് പ്രഖ്യാപിക്കുന്നത്. ഇനി ഷിപ്മെൻറ്റുകൾക്ക് പോകാൻ കഴിയാത്ത വിധം നിയന്ത്രണ വിധേയമാക്കിയെന്നാണ് ഇറാൻ പ്രസ്താവിച്ചിരിക്കുന്നത്. ഹോർമൂസിൻ്റെ നിയന്ത്രണം ഇറാൻ ആയിരിക്കും. ഇറാനും ഒമാനും ചേർന്നാണ് ഭാവി പദ്ധതികൾ തീരുമാനിക്കേണ്ടത്. അടുത്ത 60 ദിവസം ഷിപ്മെൻറ്റ് അറേഞ്ച്മെൻറ്റുകൾ ചെയ്യേണ്ടത് ഇറാനാണ്. ഇതായിരുന്നു MOUവിലെ ധാരണ. എന്നാൽ ഈ ധാരണ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഇറാൻ്റെ ലീവറേജായ ഏറ്റവും വലിയ കാടാണ് ഹോർമൂസ്. ആ ഹോർമൂസിലെ നിയന്ത്രണമാണ് അമേരിക്കയെ MOUവിൽ സൈൻ ചെയ്യാൻ നിർബന്ധിച്ചത്. ലോകത്ത് വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കാൻ ഇറാൻ്റെ സ്ട്രാറ്റജിക് തീരുമാനം, ഇറാൻ്റെ തന്ത്രപ്രധാനമായ തീരുമാനമാണ് നിമിത്തമായത്. ഇത് മനസ്സിലാക്കിയ അമേരിക്ക ഇറാനെ ഹൈജാക്ക് ചെയ്യാൻ ബദൽ മാർഗം കണ്ടെത്തുന്നു. ഹോർമൂസിൽ സമാന്തര പാത സൃഷ്ടിച്ചുകൊണ്ട് ഇതുവഴി ചരക്ക് ഗതാഗതം നടത്തുക എന്ന ഒരു ഗൂഢപദ്ധതിയാണ് അമേരിക്ക ആവിഷ്കരിക്കുന്നത്. അയത്തുള്ള അലി ഖംനയുടെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് അമേരിക്ക ഇത്തരം ഒരു സമാന്തര പാതയിലൂടെ ഷിപ്മെൻറ്റുകൾ കടത്തിവിടാൻ ശ്രമിച്ചത്. ഹോർമൂസിൽ കാവലിരിക്കുന്ന IRGC അത് തിരിച്ചറിയുകയും ഇറാൻ പൊടുന്നനെ പ്രതികരിക്കുകയും ആ ഷിപ്മെൻറ്റുകൾക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്തു. തങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാവി തന്നെ നിർണ്ണയിക്കുന്ന ഹോർമൂസ് തങ്ങളുടെ നിയന്ത്രണത്തിലല്ലെങ്കിൽ യാതൊരു ചർച്ചക്കും പ്രസക്തി ഉണ്ടാവില്ല. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇറാൻ ഹോർമൂസിൻ്റെ നിയന്ത്രണം തങ്ങളുടെയും ഒമാൻ്റെയും തീരുമാനത്തിന് വിടണമെന്ന് MOUവിൽ നിഷ്കർഷിച്ചത്. അത് തകർക്കാനുള്ള ശ്രമമാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ ആക്രമണങ്ങൾക്ക് പ്രത്യാക്രമണം നടത്തി പ്രതിരോധിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുകയാണ് ഇറാൻ. ഹോർമൂസിൻ്റെ നിയന്ത്രണം തങ്ങളുടെ കയ്യിൽ മാത്രമായിരിക്കുക എന്ന നിബന്ധന പാലിച്ചാൽ മാത്രമേ ഇനി ചർച്ചകൾക്ക് പ്രസക്തിയുള്ളൂ. ഇറാനിൽ ഉയരുന്ന ഒരു പൊതുവികാരം അത് അമേരിക്കയുമായി സന്ധി സംഭാഷണങ്ങൾക്ക് പോകേണ്ടതില്ല. ഒരു കക്ഷിക്ക് മാത്രം ഗുണം ചെയ്യുന്ന ഒരു കരാറിലും ഏർപ്പെടില്ല എന്നാണ് ഇറാൻ്റെ സുചിന്തിതമായ തീരുമാനം. ഒരു ഡിമാൻഡിലും വിട്ടുവീഴ്ചയില്ല എന്ന കടുത്ത നിലപാടിലാണ് ഇറാനുള്ളത്. സംഘർഷം ഒരു പുതിയ തലത്തിലേക്ക് മാറുകയാണ്. മിഡിൽ ഈസ്റ്റ് വീണ്ടും സംഘർഷഭരിതമാകുമോ എന്ന ആശങ്കയിലാണ് ലോകം.